ഹലോ, എല്ലാവർക്കും സുഖമാണോ? അപ്പം നമുക്ക് കുറച്ച് ജേർണൽ സപ്ലൈസ് നോക്കാം. 2025 വരെയാണല്ലേ, അപ്പോൾ ജേർണലിൽ നിങ്ങൾക്കൊരു ഹാബിറ്റായിട്ട് കൊണ്ടുപോകാൻ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് സപ്ലീസൊക്കെ ഉണ്ടാക്കി വെക്കാമെന്നേ. അപ്പം നമുക്ക് വേഗം വേഗം എടുത്ത് ചെയ്യാം. ഇപ്പോൾ ഈ ജേർണൽ സപ്ലീസ് ഇല്ലാണ്ട് നമ്മൾ ചെയ്യാനിരിക്കുമ്പോൾ ഒരു മടി വരും, അങ്ങനെ ഇത് ഉണ്ടാക്കിയിട്ടൊക്കെ ഇപ്പോൾ ചെയ്യാൻ. ഇതാകുമ്പോൾ പിന്നെ സാധനങ്ങളൊക്കെ കയ്യിലുണ്ടല്ലോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ജേർണലിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഹാബിറ്റാണ്. നിങ്ങളൊരു 2025 റെസൊല്യൂഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ജേർണലിങ് ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയത് പാറ്റേൺ പേപ്പേഴ്സാണ്. ഇത് ഞാൻ എൻ്റെ കുറച്ച് ഐഡിയാസ് ട്രൈ ചെയ്തതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഐഡിയാസൊക്കെ കൊണ്ടുവരാം. ഇനി നമ്മൾ വാഷി ടൈപ്സാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കുറച്ച് സ്റ്റാർസൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ചെറിയൊരു ഫ്ലവർ, അത്ര തന്നെ. ലൈക്ക് ഐഡിയാസൊക്കെ നിങ്ങൾക്ക് സ്വന്തമായി ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് കൊണ്ടുവരാം. ഞാനിപ്പോൾ കുറച്ച് പിൻട്രസ്റ്റ് ഇൻസ്പയർഡും പിന്നെ എനിക്ക് തോന്നിയതായിട്ടുള്ളതൊക്കെ അങ്ങ് വരയ്ക്കുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ കുറച്ച് കളേഴ്സ് ആയിട്ടുള്ള വാഷി ടൈപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലെയിൻ ആയിട്ട് ജസ്റ്റ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഉള്ളതും കൂടെ ഉണ്ടാക്കാം. ഞാൻ ഇങ്ങനെ റാൻഡമായിട്ട് എഴുതി കൊടുക്കുകയാണ്. മനസ്സിൽ തോന്നി എന്തൊക്കെയാണ് ഇട്ട് എഴുതുന്നത്, എന്താണെന്ന് പോലും അറിഞ്ഞൂടാ. നമുക്കൊരു ബോർഡർ ആയിട്ടുള്ള രീതി, ഞാൻ ആദ്യം ഗ്രിഡാണ് ഉദ്ദേശിച്ചത്, പിന്നെ ഇത് വെച്ചങ്ങ് ഒതുക്കി. ഇനി നമ്മൾ വാഷി ടൈപ്സ് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് സ്റ്റാമ്പ്സ് ഉണ്ടാക്കാം. ഇത് ലേശം കട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ട് കേട്ടോ, പക്ഷേ എന്നാലും എളുപ്പമാണ്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ എല്ലാവർക്കും ഡിസംബർ വെക്കേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഫോണിലൊക്കെ കളിക്കലൊക്കെ കുറച്ചിട്ട് ഇതുപോലെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ അടുത്തുണ്ടെങ്കിൽ അവരെയൊക്കെ വിളിച്ചിട്ട് ഒരു ഡേറ്റ് ഒക്കെ ഓർഗനൈസ് ചെയ്യാം നമുക്ക്. ജേർണൽ മേക്കിംഗ് ഡേറ്റ് അല്ലേ, എന്താണെങ്കിലും ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാം. ഇപ്പം ഞാൻ കുറച്ച് ചെറീസിൻ്റെ സ്റ്റാമ്പ്സും പിന്നെ ഗ്രീൻ ലൈൻസും അങ്ങനെ എൻ്റെ മൈൻഡിൽ തോന്നിയ കുറച്ച് ഐഡിയാസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് മുമ്പ് ജേർണൽ ചെയ്തിട്ടുണ്ടോ, അതോ സ്റ്റാർട്ടിംഗ് ആണോ ജേർണലിങ്? താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം എനിക്ക് ജേർണൽ ചെയ്യുമ്പോൾ പൊതുവേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഞാൻ സാധാരണ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. പക്ഷെ അത് ചിലപ്പോൾ ഭയങ്കര മടി പിടിക്കും കേട്ടോ, ഇപ്പോഴിങ്ങനെ ഉണ്ടാക്കി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ സ്റ്റാമ്പ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഈ ഡോട്ട് സ്റ്റിക്കേഴ്സ് ഞാൻ ഈ ഓൺലൈനിലൊക്കെ കിറ്റ് കാണുമ്പോൾ അതിൽ കാണാറുണ്ട്. പക്ഷെ കുറേ കളർ ചെയ്ത് കട്ട് ചെയ്യാനുള്ള മടി കാരണം ഇപ്പം നമ്മൾ ഇത്ര തന്നെ ഉണ്ടാക്കണുള്ളൂ. ഇനി മെമ്മോ പാർട്സ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൻ്റെ പോലെ ചെയ്യാം. എപ്പോഴും പറയുന്ന പോലെ ഞാൻ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ ചെന്നം പിന്നെ വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്താ അറിയില്ല, ഇപ്പം എന്ത് വന്നാലും കുറേ കുത്തിടലാണ് എൻ്റെ പരിപാടി. കുത്തിട്ട് ഇപ്പം ഇങ്ങനെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കുറേ പേജസ് ബൈൻഡ് ചെയ്യണം, നിങ്ങൾക്ക് അറിയാമല്ലോ, ഗം വെച്ചിട്ട്. അതുപോലെ ഒന്ന് ചെയ്തിട്ട് ഞാൻ ഒരു മെമ്മോ പാഡിനൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിക്കേഴ്സാണ്. ഞാൻ നോർമൽ സ്റ്റിക്കേഴ്സിനേക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ച് ട്രൈ ചെയ്യാന്ന് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇത് ആസ് യൂഷ്വൽ നമ്മൾ വരച്ച് പെയിൻറ്റ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്ത് വയ്ക്കാം, അത്രേ ഉള്ളൂ. പരിപാടി തീർന്നിട്ടുണ്ട്. ഈ ഗേൾ സ്റ്റിക്കേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറച്ച് ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഗേൾസിനെ ഇങ്ങനെ എടുത്തിട്ട്, ഇത് ഞാൻ പേപ്പർ കോപ്പി എന്ന് പറഞ്ഞൊരു ആപ്പ് ഉപയോഗിച്ച് കോപ്പി ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി നമുക്കിതൊക്കെ പാക്ക് ചെയ്യാം. അപ്പോൾ വാഷി ടേപ്പിന് ഒരു ഡബ്ബ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നിട്ട് എല്ലാം കൂടെ അതിൽ ഓർഗനൈസ് ചെയ്യാം. അപ്പം നമുക്ക് ഇനിയുള്ളത് പാറ്റേൺ പേപ്പേഴ്സാണ്. അപ്പം ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന പേപ്പറും കൂടെ കട്ട് ചെയ്തൊരു പാറ്റേൺ പേപ്പറാക്കി എടുത്തിട്ടുണ്ട്. ഇനി സ്റ്റാമ്പിന് ഇതുപോലെ ഒരു കുഞ്ഞു ബോക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്ര ഐറ്റംസൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റും ചെയ്യും. ഓക്കെ, ബൈ.